ഈ മൂലയെ കൊണ്ട് തന്നെ ഒരു കസേരയിൽ കൊണ്ടിരുത്തി. ആരും കാണാതിരിക്കാൻ ഞാൻ വൈഫിനോട് പറഞ്ഞു ഏറ്റവും ബാക്കിൽ എവിടെയെങ്കിലും ഒതുക്കി ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 10 മണി 10:30 ആയപ്പോൾ മീറ്റിംഗ് തുടങ്ങി. പക്ഷെ അന്ന് രാവിലെ MA വർഗീസ് വന്നില്ല. അദ്ദേഹത്തിന് പകരം അന്ന് പ്രസംഗിക്കാൻ വന്നത് അനിസൻ സാമുവൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ചെറുപ്പമാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ പേര് വിളിച്ചു, ബ്രദർ രാജേന്ദ്രൻ എണ്ണിച്ച് മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്റെ പേരറിയാമെങ്കിൽ എന്റെ അവസ്ഥ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, എനിക്ക് എണ്ണിച്ച് വരാൻ പറ്റത്തില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ലയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ വൈഫിനോട് ചോദിച്ചു, ആരെങ്കിലും പോകുന്നുണ്ടോ? കാരണം എനിക്ക് കാണാൻ പറ്റത്തില്ല, ആരെങ്കിലും ഇപ്പം മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു നിഴല് പോലെയുള്ള ആളിനെ മനസ്സിലാകത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും പേര് വിളിച്ചു. എല്ലാവരും തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. കാരണം അവിടെ ഇരിക്കുന്ന ആർക്കും ഉറപ്പില്ല ഞാൻ അവിടെ വരുമെന്ന്. ഞാൻ വീട്ടിലെ കിടപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അദ്ദേഹം പുൾപിറ്റിൽ നിന്ന് ഇറങ്ങി അന്യഭാഷ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നു. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേരല്ലേ രാജേന്ദ്രൻ? ഞാൻ പറഞ്ഞു, അതെ എന്റെ പേര് തന്നെയാണ്. പിന്നെ എന്താ എണ്ണിച്ചു വരാൻ പറ്റാത്ത?